ഹായ് ഹലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പയറും മത്തങ്ങയും വെച്ചിട്ടുള്ള എരിശ്ശൂരിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പയറൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പയർ നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം കുക്കറിലേക്കിട്ട് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിൽ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ക്യൂബ് സൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വെക്കാം. ഇവിടെ പയർ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് ഇതിലേക്കിട്ട് ഒന്നുകൂടി ഒന്നോ രണ്ടോ വിസിലൊന്ന് അടിച്ചെടുക്കാം. നോക്കിക്കേ, പയർ ഇവിടെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് മത്തങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിലാകുമ്പോൾ തന്നെ നമുക്ക് മത്തങ്ങ നല്ലപോലെ കുക്കായി കിട്ടും. ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. സാധാരണ നമുക്ക് അവിയലിനും തോരനും ഉപയോഗിക്കുന്ന അതേ അരപ്പ് തന്നെയാണ്, കുറച്ചുകൂടി പേസ്റ്റായിട്ട് അരച്ചെടുക്കും. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. തേങ്ങയും ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും നല്ല ഫൈനായിട്ട് അരച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ സെപ്പറേറ്റ് അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഞാൻ പയറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ച് വെക്കാം. ഇവിടെ നോക്കിക്കേ, നല്ല പോലെ പയറും കുക്കായിട്ടുണ്ട്, മത്തങ്ങയും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കാം. തിളപ്പിക്കുന്ന ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ഈസി ആയിട്ട് നമുക്ക് പയറും മത്തങ്ങയും കൂടെ ഒരുമിച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ചിലപ്പോൾ അങ്ങനെ കുക്കാകുമ്പോൾ മത്തങ്ങ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും, കാരണം മത്തങ്ങയ്ക്ക് വേവ് കുറവല്ലേ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പയർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മത്തങ്ങക്കറി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.